Hi friends, all of you welcome back to my YouTube channel AJITH'S EDUZONE. It's me ANASWARA. ഇന്ന് 10ാം ക്ലാസ് ബയോളജിയിലെ നാലാമത്തെ ഭാഗ വീഡിയോ ആണ്. വിൻഡോസ് ഓഫ് നോളജ് എന്ന ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററാണ് വിൻഡോസ് ഓഫ് നോളജ്. ആ ചാപ്റ്ററിലെ നാലാമത്തെ ഭാഗ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വീഡിയോസിൻ്റെയും കണ്ടിന്യൂഷനാണ് അടുത്ത വീഡിയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുള്ള ആ 3 വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂടി ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായും ആ വീഡിയോസ് കൂടി വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ടുഡേ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റെറ്റിന ആൻഡ് ദ photoreceptors. You might have understood that photoreceptors are present in the retina. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മുടെ ഫോട്ടോറെസെപ്റ്റേഴ്സ് പ്രകാശഗ്രാഹി കോശങ്ങൾ എവിടെയുണ്ട് എന്നുള്ള കാര്യം, റെറ്റിനയിലുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദ ഫോട്ടോറെസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന, അല്ലെ? അപ്പൊ റെറ്റിനയിലുള്ള 2 ഫോട്ടോറെസെപ്റ്റേഴ്സിന്റെ പേരാണ്, ഒന്ന് റോഡ് സെല്ലും മറ്റൊന്ന് കോൺ സെല്ലും. ഇനിതാ ഒരു പോയിന്റ് കൂടി അവിടെ പഠിക്കാനുണ്ട്. റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. കോൺ സെല്ലുകളെക്കാൾ കൂടുതൽ എന്ത് കാണപ്പെടുന്നു? റോഡ് സെല്ലുകളാണ് എവിടെയുള്ളത്? നമ്മുടെ എല്ലാവരുടെയും റെറ്റിനയിൽ ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ നിങ്ങൾക്ക് റോഡ് സെല്ലിന്റെയും കോൺ സെല്ലിന്റെയും ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 2 പിക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? ഇത് അവിടെ റോഡ് സെല്ല് എന്ന് പറയുമ്പോൾ ആ റോഡ് സെല്ലിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ദണ്ടിന്റെ ആകൃതി അല്ലെങ്കിൽ റോഡിന്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിനെ റോഡ് സെല്ല് എന്നും. രണ്ടാമത് നിങ്ങൾ കാണുന്ന പിക്ചർ കോൺ സെല്ലിന്റെ ആണ്. ആ കോൺ സെല്ലിന്റെ ഷേപ്പ് കോൺ പോലെ ഇരിക്കും. നമ്മൾ ഐസ്ക്രീമിന്റെ കോൺ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടില്ലേ? അപ്പൊ അതുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ കോൺ സെല്ല് എന്നും പേര് വരാനുള്ള കാരണമെന്ന് ഇവിടെ പറയുന്നു. നമുക്കിനി ഓരോ സെല്ലിനെ കുറിച്ചും അല്ലെങ്കിൽ ഫോട്ടോ റെസെപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അവിടെ 2 ഫോട്ടോ റെസെപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഉള്ള 2 ഫോട്ടോ റെസെപ്റ്റേഴ്സ് റോഡ് സെല്ലും കോൺ സെല്ലും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി പഠിക്കാം. റോഡ് സെൽ കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെന്റ് കാൾഡ് റോഡോപ്സിൻ, അല്ലെ? അപ്പൊ റോഡ് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. റോഡ് സെൽ കണ്ടെയ്ൻ ദ വിഷ്വൽ പിഗ്മെന്റ് കാൾഡ് റോഡോപ്സിൻ. അപ്പൊ റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റിന്റെ പേര്, അവിടെയുള്ള കാഴ്ചാവർണ്ണകത്തിന്റെ പേര് റോഡോപ്സിൻ എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്, ദിസ് പിഗ്മെന്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ, അല്ലെ? ഈ പിഗ്മെന്റ് ഉണ്ടായി വന്നിരിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നോക്കിയത്, ദിസ് പിഗ്മെന്റ് ഈസ് ഫോംഡ് ഫ്രം എ പ്രോട്ടീൻ നെയ്മഡ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. അപ്പൊ ഈ പിഗ്മെന്റ് ഉണ്ടായി വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീന്റെ പേര് ഓപ്സിൻ എന്നും. ഇനി ആൻഡ് റെറ്റിനാൽ, എന്താണ് റെറ്റിനാൽ എന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥം? അതെങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പദാർത്ഥം, വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന ഒരു ഘടകമായ റെറ്റിനാൽ എന്ന ഘടകവും ചേർന്നാണ് റോഡോപ്സിൻ എന്ന് പറയുന്ന എന്തുണ്ടായി വന്നിരിക്കുന്നത്? വിഷ്വൽ പിഗ്മെന്റ് ഉണ്ടായി വന്നിരിക്കുന്നത്. സിൻസ് ദേ ആർ ആക്ടിവേറ്റഡ് ഈവൻ ഇൻ ഡിം ലൈറ്റ്, അല്ലെ? അവ എന്ത് ചെയ്യുന്നു? ഈവൻ ഡിം ലൈറ്റിൽ പോലും, ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ പ്രകാശത്തിൽ പോലും ആക്ടിവേറ്റ് ആകുന്നു, പ്രവർത്തന സജ്ജമാകുന്നു. ഈ റോഡ് സെല്ലുകൾ, റോഡ് സെല്ലിലുള്ള വിഷ്വൽ പിഗ്മെന്റിന്റെ പേര് റോഡോപ്സിൻ എന്നാണ്. വി ആർ ഏബിൾ ടു സീ ഒബ്ജക്ട് ഇൻ ഡിം ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇവ എങ്ങനെ ഡിം ലൈറ്റിൽ ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ദീസ് സെൽസ് കനോട്ട് ഡിറ്റക്ട് കളേഴ്സ്, അല്ലെ? ഈ സെല്ലുകൾക്ക് എന്തിനെ? കളറിനെ ഡിറ്റക്ട് ചെയ്യാൻ, തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് കോൺ സെല്ലിനെ കുറിച്ചാണ്. കോൺ സെൽസ് കണ്ടെയ്ൻ എ പിഗ്മെന്റ് കാൾഡ് ഫോട്ടോപ്സിൻ. അല്ലെ, കോൺ സെല്ലിലുള്ള ഒരു പിഗ്മെന്റ് കാഴ്ചാവർണ്ണകമാണ് ഫോട്ടോപ്സിൻ. ദിസ് ഈസ് ആൾസോ കാൾഡ് ഐഡോപ്സിൻ. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഐഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ദിസ് പിഗ്മെന്റ് ഈസ് ആൾസോ കമ്പോസ്ഡ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. നമ്മൾ റോഡ് സെല്ല് പഠിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഫോട്ടോപ്സിൻ അഥവാ ഐഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വന്നിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാൽ എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ ചേർന്ന് തന്നെ ആണ് എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. There are 3 types of cone cells in our eye. നമ്മുടെ കണ്ണില് നമ്മുടെ റെറ്റിനയില് എന്ത് ചെയ്യുന്നു? 3 തരത്തിലുള്ള കോൺ സെല്ലുകൾ ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു. Which help us to detect 3 primary colors of light. അങ്ങനെ 3 തരത്തിലുള്ള കോൺ സെല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ 3 പ്രൈമറി കളേഴ്സ്, പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. അല്ലെ, ചുവപ്പ്, പച്ച, നീല എന്നീ പ്രാഥമിക വർണ്ണങ്ങളെ, പ്രൈമറി കളേഴ്സിനെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മൾ ഈ പഠിച്ച ഏത് സെല്ലാണ്? നമ്മൾ ഈ പഠിച്ച കോൺ സെല്ലുകളുടെ സഹായത്താലാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. This diversity is due to the difference in amino acids in the opsin molecule. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ 3 തരത്തിലുള്ള നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ വൈവിധ്യത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻസ് ഇൻ ദ അമിനോ ആസിഡ് ഇൻ ദ ഓപ്സിൻ മോളിക്യൂൾ. ഓപ്സിൻ തന്മാത്രയിലെ എന്തിൻ്റെ? അമിനോ ആസിഡുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇങ്ങനെ 3 നിറങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. സോ കോൺ സെൽസ് പ്രൊവൈഡ് അസ് വിത്ത് കളർ വിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും കോൺ സെല്ലുകളാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കി തരുന്നത്. നമുക്ക് നല്ല വർണ്ണങ്ങളുള്ള കാഴ്ച സാധ്യമാക്കി തരുന്നത് ആരാണ്? ഈ കോൺ സെല്ലുകൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാകുന്നത് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് റോഡ് സെല്ല്, കോൺ സെല്ല്, അവയിലെ പിഗ്മെന്റ് ഏത്, അവയുടെ ഷേപ്പ് എന്ത്, അവയുടെ ഫങ്ഷൻ എന്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് റോഡ് സെല്ലിൻ്റെയും കോൺ സെല്ലിൻ്റെയും ഡിഫറൻസ്, അതായത് അവയിലെ പിഗ്മെന്റ്, അവയുടെ ഷേപ്പ്, അവയുടെ ഫങ്ഷൻ എന്നിവയെ സംബന്ധിക്കുന്ന ഒരു ടേബിൾ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ആ ടേബിൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയും. എന്നാലും നിങ്ങൾ ടേബിളിലേക്ക് ശ്രദ്ധിക്കുക. റോഡ് സെല്ലിലെ പിഗ്മെന്റ്, നമ്മൾ ആദ്യം പഠിച്ച റോഡ് സെല്ലിലെ പിഗ്മെന്റ് റോഡോപ്സിൻ എന്നതാണ്. ഇനി കോൺ സെല്ലിലെ പിഗ്മെന്റിന്റെ പേര് എന്താണ്? കോൺ സെല്ലിനകത്തുള്ള പിഗ്മെന്റ് ഐഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ എന്നതാണ്. ഇനി അതിന്റെ ഷേപ്പാണ് അടുത്തത് പറഞ്ഞിരിക്കുന്ന ഷേപ്പ്. നമുക്കറിയാം റോഡ് സെല്ല് റോഡ് ഷേപ്പഡാണ്, കോൺ സെല്ല് കോൺ ഷേപ്പഡുമാണ്. ഇനി ഫങ്ഷൻ, അല്ലെ, റോഡ് സെല്ലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിം ലൈറ്റിൽ നമുക്ക് എന്ത് തരിക? കാഴ്ച തരിക എന്നുള്ളതാണ്. കോൺ സെല്ല് നമുക്ക് എന്ത് ചെയ്യുന്നു? കളർഫുള്ളായ അല്ലെങ്കിൽ എന്ത് വിഷൻ തരുന്നു? പ്രൊവൈഡ് കളർ വിഷൻ തരുന്നു. കളർ വിഷനെ പ്രൊവൈഡ് ചെയ്യുന്നത് കോൺ സെല്ലും ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി ഓഫ് വിഷനാണ്. ബയോളജിക്കകത്ത് കെമിസ്ട്രിയോ ഡൗട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ വസ്തുക്കളെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയുടെ രസതന്ത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമില്ല കാര്യം, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ട് അല്ലേ? അപ്പൊ അവ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ദ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സ് ഡിസോസിയേറ്റ്. അല്ലെ, എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഫോട്ടോറിസെപ്റ്റേഴ്സ്, ഫോട്ടോറിസെപ്റ്റേഴ്സിലുള്ള പിഗ്മെന്റ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു. അവ അതിന്റെ ഘടകങ്ങളായിട്ട് വേർതിരിയുന്നു. ദിസ് കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. ഇങ്ങനെ നടക്കുന്ന രാസമാറ്റത്തിന്റെ ഫലമായി, കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റത്തിന്റെ ഫലമായിട്ട്
അത് എന്ത് രൂപപ്പെടാനായിട്ട്? ഇമ്പൾസുകൾ, ആവേഗങ്ങൾ രൂപപ്പെടാനായിട്ട് കാരണമാകുന്നു. These impulses are transmitted to the സെറിബ്രം അല്ലെ. ഈ ഇമ്പൾസുകൾ എവിടെ എത്തുന്നു? സെറിബ്രത്തിലേക്ക് എത്തുന്നു. ത്രൂ ഒപ്റ്റിക് നെർവ്. എന്തിലൂടെയാണ്? ഒപ്റ്റിക് നെർവിലൂടെ, നേത്രനാഡിയിലൂടെ കടന്ന് നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു. ആൻഡ് ദിസ് എനേബിൾസ് വിഷൻ. അങ്ങനെയാണ് നമുക്ക് എന്ത് സാധ്യമാകുന്നത്? കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. സെൻസ് ഓഫ് സൈറ്റ് എന്ന് പറയുന്ന ഭാഗവും ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ലൈറ്റാണ്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലെ കോർണിയയിലൂടെ കടന്ന്, അക്വസ് ഹ്യൂമറിലൂടെ കടന്ന്, പ്യൂപ്പിളിലൂടെ കടന്ന്, ലെൻസിലൂടെ കടന്ന്, അത് വിട്രിയസ് ഹ്യൂമറിലൂടെ കടന്ന ശേഷം റെറ്റിനയിലേക്ക് എത്തുന്നു. അങ്ങനെ റെറ്റിനയിലെത്തുന്ന ഈ ലൈറ്റ് അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസിന് കാരണമാവുകയും അങ്ങനെ അവിടെ ഇമ്പൾസസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇമ്പൾസ് ഫോം ചെയ്യുകയും ആ ഇമ്പൾസുകൾ ഒപ്റ്റിക് നെർവ് വഴി എന്ത് ചെയ്യുകയും ചെയ്യും? സെറിബ്രത്തിലെ കാഴ്ചയുടെ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് യു മീൻ ബൈ ബൈനോക്കുലർ വിഷൻ. The images from two sides of the same object are formed in the left and right eye. അല്ലേ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ തന്നെ രണ്ട് ദിശകളിൽ നിന്നുള്ള, അതായത് ലെഫ്റ്റ് ഐ നോക്കുന്ന വിഷനുമുണ്ട്, റൈറ്റ് ഐ നോക്കുന്ന വിഷനുമുണ്ട്. അങ്ങനെ രണ്ട് കണ്ണുകളിൽ നിന്നുള്ള ഇമേജസ്, പ്രതിബിംബങ്ങൾ നമ്മുടെ റെറ്റിനയിൽ, ഒരു ഒബ്ജക്റ്റിനെ തന്നെ രണ്ട് പ്രതിബിംബങ്ങൾ നമ്മുടെ എവിടെ പതിയും? റെറ്റിനയിൽ ഫോം ചെയ്യും, രൂപപ്പെടും അല്ലെ. When these two images combine as a result of the activities of the brain, അല്ലെ, നമ്മുടെ തലച്ചോറ്, ബ്രെയിനിന്റെ പ്രവർത്തന ഫലമായിട്ട് രണ്ട് ഇമേജും കൂടി, രണ്ട് പ്രതിബിംബവും കൂടി ഒരുമിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എ 3-dimensional image of the object is formed. വസ്തുവിന്റെ ത്രിമാന രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് ബൈനോക്കുലർ വിഷൻ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബൈനോക്കുലർ വിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കണ്ണിനെ കുറിച്ച് പഠിക്കാനുള്ളതിൽ ഇനി വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, കണ്ണിനെ ബാധിക്കുന്ന ഡിഫക്ട്സുകൾ, വൈകല്യങ്ങൾ. രണ്ട്, കണ്ണിനെ ബാധിക്കുന്ന ഡിസീസസ്, രോഗങ്ങൾ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി കണ്ണിനെ കുറിച്ച് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിക്കും? നമ്മുടെ ഇയറിനെ കുറിച്ച്, നമ്മുടെ ചെവിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ.